അന്ന് ഒരു 4:30 മണിയായെന്ന് തോന്നുന്നു. അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, നാട്ടിൽ നിന്നൊരു ഫോൺ ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് എന്തോ സുഖമില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ നേരെ വീട്ടിൽ ചെന്ന് അവിടെ ചെന്ന് ഫോൺ എടുത്ത് വിളിച്ചാൽ പറഞ്ഞു, ഞാൻ രഘുവാണ്, എന്താണ് അമ്മയ്ക്കെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ലടാ, നീ എന്തായാലും ഒന്ന് വാ, അമ്മയ്ക്ക് നിന്നെ കാണണം. വിളിച്ച അളിയനെ വിളിച്ചു. അപ്പോൾ അമ്മയ്ക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി, ഷൂട്ടിംഗ് എല്ലാം ക്യാൻസൽ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷൻ വന്നപ്പോൾ അന്നേരം ഒറ്റ ഇതാണ് മദ്രാസ് മെയിൽ, ട്രിവാൻഡ്രം മെയിൽ, ചെന്നൈ മെയിൽ ഓടുന്ന സമയമാണ്. അപ്പോൾ എന്തായാലും ഞാൻ അടിച്ച് 6:50 കണ്ടാണ് ഞാൻ അടിച്ച് അതിനകത്ത് കയറി. അപ്പോൾ ടി ടി പരിചയമുള്ള ടി ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എന്നെ ഒന്ന് രക്ഷിച്ചേ പറ്റുള്ളൂ, എന്ത് പറ്റിയെന്ന്. ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ബെർത്തും ഇല്ല, ഒന്നുമില്ല, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അമ്മയുടെ ഒരു അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞു. പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാനിവിടെ നിന്ന് ടിക്കറ്റ് എഴുതി തരാം, ഒരു അദ്ദേഹത്തിന് എഴുതാമല്ലോ. അപ്പോൾ എത്ര പൈസ എന്ന് വെച്ചാൽ ഞാൻ തരാമെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ കാശ് കൊടുത്ത് എനിക്ക് എഴുതി. അപ്പോൾ ഇരിക്കാനോ കിടക്കാനോ സ്ഥലമില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു, എനിക്കൊരു ബർത്തുണ്ട്, നമുക്ക് രണ്ടുപേർക്കും കൊണ്ട് ഇരുന്നുറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രിയായപ്പോൾ വണ്ടി വിട്ടു. ഞാൻ ആഹാരം കഴിക്കുന്നില്ല, ഒന്നുമില്ല. എൻ്റെ മനസ്സിലെന്തോ എനിക്ക് ഭയങ്കര ഒരു പ്രയാസം, വിമ്മിഷ്ടം എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അമ്മയുടെ ഇതല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ആ കോറിഡോറിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചു, നമുക്ക് വല്ലതും സംഭവിച്ചു കാണും, ഇല്ല കഴിക്കാൻ വഴിയില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് ഞാൻ കുറച്ച് നേരം നടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇവിടെ വന്നിരിക്കും, കുറച്ച് നേരം നിങ്ങൾ ഉറങ്ങും, അല്ല പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇരുന്നിങ്ങനെ വാങ്ങിയപ്പോൾ ഞാൻ സ്വപ്നം കാണുന്നത്, ഞാൻ കിടക്കുന്ന മുറി, ഞാനും എൻ്റെ വൈഫും കുഞ്ഞുങ്ങളും കിടക്കുന്ന മുറിയിൽ അമ്മ ഇങ്ങനെ മരിച്ചു കിടക്കുക. മനസ്സിലായില്ല. ഞാൻ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് ചാടിയിരുന്നു. അപ്പോൾ ടി ടി വെച്ച് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? ഞാനിത് പറഞ്ഞു, അത് നിങ്ങളുടെ തോന്നലാണ്, മനസ്സിലെ വിചാരം കൊണ്ട് തോന്നുന്നു, അല്ല എന്ന് പറഞ്ഞു. എനിക്ക് ഒരു കാര്യം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഉറങ്ങിയില്ല. അങ്ങനെ ആ രാത്രി മുഴുവൻ ഞാൻ ഇരുന്നിരുന്ന് നേരം വെളുപ്പിച്ച് കോട്ടയത്ത് വന്ന്, എന്ന് ചങ്ങനാശ്ശേരിയില്ല താമസം, കോട്ടയത്ത് വന്നു കഴിഞ്ഞ് കോട്ടയത്ത് നിന്ന് കോറിഡോറിൽ കമ്പിയെ പിടിച്ച് നിൽക്കുകയാണ്. കാരണം എൻ്റെ മനസ്സിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, അമ്മ മരിച്ചെങ്കിൽ അളിയനോ അച്ഛൻ വരത്തില്ല, വേറെ ആരെങ്കിലും എന്നെ വിളിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ കാണും. ഇതെൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഉറങ്ങാതിരിക്കുക. അപ്പോൾ ഞാൻ പ്ലാറ്റ്ഫോം പാസ് ചെയ്ത് വന്നപ്പോൾ അളിയച്ചാർ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ കൺഫേം ആയിട്ട്, അമ്മ ഇസ് നോ മോർ. അപ്പോൾ ഇറങ്ങി, ഞാൻ ഒന്നും മിണ്ടില്ല, വണ്ടി കയറി. ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ കാണുന്നത്, ഞാൻ തലേന്ന് രാത്രിയിൽ എങ്ങനെ സ്വപ്നം കണ്ടോ അതേപോലെ എൻ്റെ റൂമിനകത്ത് എൻ്റെ അമ്മ വെച്ച് കിടക്കും. കരഞ്ഞു. പക്ഷെ പ്രയോജനമില്ല, പോയില്ല, കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വലിയ പ്രയാസം എനിക്കുണ്ടായിരുന്നു.